തുടങ്ങി. ഇപ്പോൾ ജാല കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 4ാമത്തെ ക്വിസ് മത്സരമാണ് ആഗസ്റ്റ് 15-നോടനുബന്ധിച്ച് ജ്വാല ക്വിസ് സീസൺ 4. നമ്മുടെ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിലായി 36 വിദ്യാലയങ്ങളിലെ, അത് എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്, സർക്കാർ വിദ്യാലയങ്ങളുണ്ട്, അൺഎയ്ഡഡ് ഉണ്ട്, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഈ തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാറ്റിവെക്കുന്ന ഒരു 420ഓളം വിദ്യാർത്ഥികളാണ് 36 വിദ്യാലയങ്ങളിലായി ഇതിൽ പങ്കെടുക്കുന്നത്. വലിയൊരു വിപുലമായൊരു ക്വിസ് മത്സരമാണ്. ഇത്തവണ അത് സംഘടിപ്പിച്ചിട്ടുള്ളത് DRS നോളജ് സിറ്റിയിൽ വെച്ചിട്ടാണ്. ചങ്ങരകുളത്തുള്ള DRS നോളജ് സിറ്റിയിൽ വെച്ചിട്ടാണ്. ആഗസ്റ്റ് 15-ന് 1 മണിക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കും. വിപുലമായ രീതിയിലുള്ള സംഘാടനമാണ് അതിനുവേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സ്കൂളുകളിലും നേരത്തെ തന്നെ അറിയിപ്പ് കൊടുത്തു. സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ലിസ്റ്റുകൾ കളക്ട് ചെയ്യപ്പെട്ടു. ആ കുട്ടികൾ വന്നിട്ട് 4 വിഭാഗങ്ങളായി മത്സരിക്കും. മികച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് 1ാം സ്ഥാനം നേടുന്ന 4 വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് സ്വർണ്ണ നാണയവും കൂടാതെ ട്രോഫി നൽകും. മറ്റ് 2-3 സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ട്രോഫി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പങ്കെടുത്ത മറ്റു വിദ്യാർത്ഥികൾക്ക്, എല്ലാ വിദ്യാർത്ഥികൾക്കും അവർ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. ആ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പ്രത്യേകം സമ്മാനം നൽകുന്നുണ്ട്. പിന്നെ മികച്ച സ്കൂളുകൾക്ക് 2 പഞ്ചായത്തുകളിലെയും ഓരോ വിഭാഗത്തിലും LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകൾക്ക് അവർക്ക് എല്ലാ കൊല്ലത്തെ പോലെ തന്നെ ട്രോഫി നൽകുന്നുണ്ട് മികച്ച വിദ്യാലയം എന്ന നിലയ്ക്ക്. കൂടാതെ ഈ പരിപാടിയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് ശ്രീ ആയുഷ്, ഒരു പ്രസിദ്ധ മെന്റലിസ്റ്റാണ്, അദ്ദേഹം നടത്തുന്ന ഒരു മെമ്മോറിയ എന്ന് പറയുന്ന മെന്റലിസം ഷോ, ഒരു 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വലിയൊരു മെന്റലിസം ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനായ പൊന്നാനി MLA ശ്രീ നന്ദകുമാർ അവറുകളാണ് നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു പൗരപ്രമുഖര്, വാർഡ് മെമ്പർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ പങ്കെടുക്കും. അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും അടങ്ങുന്ന ഒരു 1000 പേരുടെ ഒരു സദസ്സിനെയാണ് ഞങ്ങൾ അതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നടന്നു കഴിഞ്ഞു. ഇതിനായിട്ട് ദാറുസ്സലാം എന്ന് പറയുന്ന DRS നോളജ് സിറ്റി അവരാണ് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പൊതുവിജ്ഞാനാണ് ഞങ്ങളുടെ ക്വിസ് മത്സരത്തിന്റെ പൊതുവിഷയം. അതിൽ ഗണിതം വരും, ശാസ്ത്രം വരും, കല, കായികം, സാംസ്കാരികം, ഇങ്ങനെ ഒപ്പം തന്നെ കുറച്ച് സ്വാതന്ത്ര്യ സമരവും ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് ഇപ്രാവശ്യത്ത് കഴിഞ്ഞ പ്രാവശ്യം 320ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. ഇപ്രാവശ്യത്ത് 420ന്റെ പുറത്ത് കടക്കും. അതിൽ കൂടുതൽ കുട്ടികളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ആ 420 എന്നുള്ളൊരു പരിധി ആണ് അപ്പോൾ അവിടെ നമുക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്തുള്ളൂ. അതിൽ കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുകൊണ്ടാണ്. പിന്നെ വിജയികൾക്ക് ഇതിന് പുറമെ 1, 2, 3 സ്ഥാനം നേടുന്ന എല്ലാ വിഭാഗത്തിലെയും വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് കൂടി നൽകുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ മികച്ച വിദ്യാർത്ഥികൾക്ക് പോലെ പുസ്തകങ്ങൾ സമ്മാനമായി കൊടുക്കുന്നത്. UP സെക്ഷനിൽ ഡിജിറ്റൽ ക്വിസ് ആണ്. LPയിലൊക്കെ സാധാരണ പോലെ തന്നെ. UPയിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് റിഫ്രഷ്മെന്റ്, അതുപോലെ തന്നെ റൈറ്റിംഗ് പാഡ്, പെന്ന് സെർവ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അവിടെ വന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു പോകുമ്പോൾ കുറച്ച് നേരത്തെ മോട്ടിവേഷൻ വ്യായാമമാണ്, ഭൗതിക വ്യായാമമാണോ ക്വിസ്. കേവലം ഒരു 1 വേർഡ് ചോദ്യം ചോദിച്ചു പറയുന്നത് മാത്രമല്ല, അവരെ ചിന്തയും കൂടി ഉപകാരപ്രദമാവുന്ന കുറച്ചുകൂടി അറിവ് നേടി പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സമാപന സമയത്ത് അവര് നേരത്തെ വന്ന് ചെയ്യുന്ന ആളാണെന്നുകൊണ്ട് നല്ല രീതിയിലൊരു റിഫ്രഷ്മെന്റ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ള വലിയ വിപുലമായി സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്.
ആദ്യമായിട്ടാണോ നിങ്ങൾക്ക്? അല്ലല്ല, ഇത് നാലാമത് സീസൺ 4 ചമ്പട വെച്ചിട്ട് തന്നെയായിരുന്നോ? അല്ല, കഴിഞ്ഞ വർഷം ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സൗകര്യമില്ല. അത്രയും കുട്ടികളെ ആൾക്കാർ 300 കൂടുതൽ കുട്ടികൾ വരുമ്പോഴേക്കും അവിടെ പരിമിതി. ഏറ്റവും കൂടുതൽ ജനകീയ പങ്കാളിത്തമാണ്, നല്ല പങ്കാളിത്തമാണ്. ഇതിന് സംഘാടകര് ജ്വാല